ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വിസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ചാന്ദ്രദിന ക്വിസ് ആണ്, അഥവാ ലൂണാർ ഡേ ക്വിസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ പുതുപുത്തൻ വീഡിയോകളും ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഫ്രം എർത്ത് ടു മൂൺ, ഭൂമിക്ക് ചുറ്റും 80 ദിവസങ്ങൾ എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം ജൂൾസ് വേൺ. ആൻസർ ഈസ് ജൂൾസ് വേൺ. ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഉത്തരം സെലനോഗ്രഫി. ആൻസർ ഈസ് സെലനോഗ്രഫി. സെലനോഗ്രഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദ ഫാദർ ഓഫ് സെലനോഗ്രഫി. ഉത്തരം ജോഹാൻ ഹിരോണിമസ് മ്രോട്ടർ. ആൻസർ ഈസ് ജോഹാൻ ഹിരോണിമസ് മ്രോട്ടർ. ഫസ്റ്റ് മാൻ ഓൺ മൂൺ എന്ന കൃതി രചിച്ചത് ആരാണ്? ഫസ്റ്റ് മാൻ ഓൺ മൂൺ. ഉത്തരം H.G. വെൽസ്. ആൻസർ ഈസ് H.G. വെൽസ്. എ ട്രിപ്പ് ടു മൂൺ എന്ന കൃതി രചിച്ചത് ആരാണ്? എ ട്രിപ്പ് ടു മൂൺ. ഉത്തരം ജോർജ് മെല്ലിസ്. ആൻസർ ഈസ് ജോർജ് മെല്ലിസ്. ചാന്ദ്രദിനം എന്നാണ്? ലൂണാർ ഡേ എന്നാണ്? ഉത്തരം ജൂലൈ 21. ആൻസർ ഈസ് ജൂലൈ 21. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്നാണ്? ഉത്തരം 1969 ജൂലൈ 21. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് നാം ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ആരാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ആൻസർ ഈസ് നീൽ ആംസ്ട്രോങ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ പോയ വാഹനം ഏതാണ്? അല്ലെങ്കിൽ നീലും കൂട്ടരും പോയ വാഹനം ഏതാണ്? ഉത്തരം അപ്പോളോ 11. ആൻസർ ഈസ് അപ്പോളോ 11. അപ്പോളോ 11 വഹിച്ച റോക്കറ്റ് ഏതാണ്? ഉത്തരം സാറ്റേൺ 5. ആൻസർ ഈസ് സാറ്റേൺ 5. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ആൻസർ ഈസ് അമേരിക്ക. മനുഷ്യൻ ചന്ദ്രനിലെത്തിയ ഇന്ത്യൻ സമയം ഏതാണ്? ഉത്തരം പുലർച്ചെ 1:48. ചന്ദ്രനിൽ രണ്ടാമതായി കാൽ കുത്തിയത് ആരാണ്? ഉത്തരം എഡ്വിൻ ആൾഡ്രിൻ. ആൻസർ ഈസ് എഡ്വിൻ ആൾഡ്രിൻ. അപ്പോളോ 11 യാത്രികർ എത്ര പേരായിരുന്നു? ആരൊക്കെ? ആദ്യ ചാന്ദ്രയാത്രയിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരായിരുന്നു അവർ. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ എത്ര സമയം ചെലവഴിച്ചു? ഉത്തരം 2 മണിക്കൂർ 48 മിനിറ്റ്. 2 hours and 48 minutes. നീലും കൂട്ടരും ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏതാണ്? ഉത്തരം പ്രശാന്ത സമുദ്രം. ആൻസർ ഈസ് സീ ഓഫ് ട്രാങ്ക്വിലിറ്റി. നീലും കൂട്ടരും ഭൂമിയിൽ തിരിച്ചിറങ്ങിയ സ്ഥലം ഏതാണ്? ഉത്തരം ശാന്തസമുദ്രം അഥവാ പസഫിക് ഓഷ്യൻ.
നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങി ഭൂമിയെ നോക്കി പറഞ്ഞത് എന്താണ്? ഉത്തരം ബിഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ആൻസർ ഈസ് ബിഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. എഡ്വിൻ ആൽഡ്രിൻ ചന്ദ്രനിലെത്തി ഭൂമിയെപ്പറ്റി പറഞ്ഞത് എന്തായിരുന്നു? ഉത്തരം ഗംഭീരം ശൂന്യം. ഉത്തരം ഗംഭീരം ശൂന്യം. ആദ്യ ചാന്ദ്രയാത്രയിൽ ലോക രാഷ്ട്രത്തലവന്മാരുടേതായി ചന്ദ്രനിൽ സ്ഥാപിച്ച ഫലകത്തിലെ വാചകം എന്തായിരുന്നു? ഉത്തരം ലോക നന്മ കൈവരാൻ മനുഷ്യന്റെ ചാന്ദ്രയാത്രയ്ക്കു കഴിയട്ടെ. അടുത്ത ചോദ്യം. ചന്ദ്രനിൽ ഇന്ത്യയുടെ പതാക എത്രാമതായാണ് പറക്കുന്നത്? ഉത്തരം 4ാമത്. ആൻസർ 4th. നീലും കൂട്ടരും ചന്ദ്രനിൽ സ്ഥാപിച്ച ലോക രാഷ്ട്രത്തലവന്മാരുടെ ഫലകത്തിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം VV ഗിരി. ആൻസർ ഈസ് VV ഗിരി. എത്ര രാഷ്ട്രത്തലവന്മാർ ഒപ്പിട്ട ഫലകമാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ സ്ഥാപിച്ചത്? ഉത്തരം 158. ആൻസർ ഈസ് 158. ഹലോ, താങ്കളുടെ ഫോൺ വിളിക്കായി ഞാൻ ഉറക്കമളച്ച് കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ഇന്ത്യ? നീൽ ആംസ്ട്രോങ്ങിനോട് ഇങ്ങനെ ചോദിച്ച ഇന്ത്യൻ നേതാവ് ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. ആൻസർ ഈസ് ഇന്ദിരാഗാന്ധി. ഫേസ് ഓഫ് ദ മൂൺ ആരുടെ കൃതിയാണ്? ഫേസ് ഓഫ് ദ മൂൺ ആരുടെ കൃതിയാണ്? ഉത്തരം ബാൾഡ്വിൻ. ആൻസർ ഈസ് ബാൾഡ്വിൻ. അപ്പോളോ 11 നിന്ന് ചന്ദ്രനിൽ ഇറങ്ങാൻ നീലും കൂട്ടരും ഉപയോഗിച്ച വാഹനം ഏതാണ്? ഉത്തരം ഈഗിൾ. ആൻസർ ഈസ് ഈഗിൾ. ഒരു മനുഷ്യന് ചെറിയ ചുവടുവയ്പ്, എന്നാൽ മാനവരാശിക്കോ ഒരു കുതിച്ചുചാട്ടവും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ഇത്. എവിടെ നിന്നാണ് ആദ്യ ചാന്ദ്രയാത്രികർ യാത്ര ആരംഭിച്ചത്? ഉത്തരം അമേരിക്കയിലെ കേപ്പ് കെന്നഡി. ആൻസർ ഈസ് കേപ്പ് കെന്നഡി. രണ്ടാമത് ചന്ദ്രനിലേക്ക് യാത്രികരെ കൊണ്ടുപോയ വാഹനം ഏതായിരുന്നു? ഉത്തരം അപ്പോളോ 12. ആൻസർ ഈസ് അപ്പോളോ 12. അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം നാസ. ആൻസർ ഈസ് നാസ. നാസയുടെ പൂർണ്ണ രൂപം എന്താണ്? ഫുൾ ഫോം ഓഫ് നാസ. ഉത്തരം നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ആൻസർ ഈസ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ലോകത്ത് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ വ്യക്തി ആരാണ്? ഉത്തരം യൂറി ഗഗാറിൻ. ആൻസർ ഈസ് യൂറി ഗഗാറിൻ. ലോകത്ത് ആദ്യമായി ബഹിരാകാശത്തെത്തിയ വനിത ആരാണ്? ഉത്തരം വാലന്റീന തെരഷ്കോവ. ആൻസർ ഈസ് വാലന്റീന തെരഷ്കോവ. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം സ്പുട്നിക് 1. ആൻസർ ഈസ് സ്പുട്നിക് 1.
സ്പുട്നിക് ഏത് രാജ്യമാണ് ബഹിരാകാശത്ത് എത്തിച്ചത്? ഉത്തരം റഷ്യ. ആൻസർ ഈസ് റഷ്യ. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ജീവി ഏതാണ്? ഉത്തരം ലൈക്ക എന്ന നായ. ആൻസർ ഈസ് ലൈക്ക എന്ന നായ. ലൈക്ക ബഹിരാകാശത്ത് പോയ വാഹനം ഏതാണ്? ഉത്തരം സ്പുട്നിക് 2. ആൻസർ ഈസ് സ്പുട്നിക് 2. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം. ഉത്തരം എക്കോ. ആൻസർ ഈസ് എക്കോ. അപ്പോളോ വാഹനത്തിന്റെ മാതൃവാഹനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം കൊളംബിയ. ആൻസർ ഈസ് കൊളംബിയ. ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലോക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അലക്സാണ്ടർ സിയോർസ്കി. ആൻസർ ഈസ് അലക്സാണ്ടർ സിയോർസ്കി. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിക്രം സാരാഭായ്. ആൻസർ ഈസ് വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആര്യഭട്ട. ആൻസർ ഈസ് ആര്യഭട്ട. ഇന്ത്യയിൽ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് എവിടെയാണ്? ഉത്തരം ശ്രീഹരിക്കോട്ട. ആൻസർ ഈസ് ശ്രീഹരിക്കോട്ട. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ശ്രീഹരിക്കോട്ട, നെല്ലൂർ ജില്ല, ആന്ധ്രാപ്രദേശ്. ആൻസർ ഈസ് ശ്രീഹരിക്കോട്ട. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ. ആൻസർ ഈസ് തുമ്പ. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം ഏതാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ. ആൻസർ ഈസ് തുമ്പ. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രാകേഷ് ശർമ്മ. ആൻസർ ഈസ് രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ വാഹനം ഏതാണ്? രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ വാഹനം ഏതാണ്? ഉത്തരം സൊയൂസ് T-11. ആൻസർ ഈസ് സൊയൂസ് T-11. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം കൽപ്പന ചൗള. ഹരിയാനയിലെ കർണാലിൽ ജനിച്ച കൽപ്പന ചൗള. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം. ഉത്തരം മെറ്റ്സാറ്റ്. ആൻസർ ഈസ് മെറ്റ്സാറ്റ്. മെറ്റ്സാറ്റിന്റെ ഇപ്പോഴത്തെ പേര് എന്താണ്? മെറ്റ്സാറ്റിന്റെ ഇപ്പോഴത്തെ പേര് എന്താണ്? ഉത്തരം കൽപ്പന 1. ആൻസർ ഈസ് കൽപ്പന 1. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ആകാശത്തിന്റെ നിറം എന്താണ്? ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ആകാശത്തിന്റെ നിറം. ഉത്തരം കറുപ്പ്. ആൻസർ ഈസ് ബ്ലാക്ക്. ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ മനുഷ്യൻ പോയ വർഷം ഏതാണ്? ഉത്തരം
1972. ആൻസർ ഈസ് 1972. ചന്ദ്രോപരിതലത്തിൽ ഇതുവരെ എത്ര പേരാണ് പോയിട്ടുള്ളത്? ഉത്തരം 6 പ്രാവശ്യമായി 12 അമേരിക്കക്കാർ. ആൻസർ ഈസ് 12. നീലും കൂട്ടരും ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം റിച്ചാർഡ് നിക്സൺ. ആൻസർ ഈസ് റിച്ചാർഡ് നിക്സൺ. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏതാണ്? ഉത്തരം ലൂണാർ റോവർ എന്ന ചാന്ദ്ര ജീപ്പ്. ആൻസർ ഈസ് ലൂണാർ റോവർ. ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ച വ്യക്തി ആരാണ്? ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ച ആൾ. ഉത്തരം ജെയിംസ് ഇർവിൻ. ആൻസർ ഈസ് ജെയിംസ് ഇർവിൻ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം ചാൾസ് ഡ്യൂക്ക്. ആൻസർ ഈസ് ചാൾസ് ഡ്യൂക്ക്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ഉത്തരം അലൻ ഷെപ്പേർഡ്. ആൻസർ ഈസ് അലൻ ഷെപ്പേർഡ്. അപ്പോളോ സീരീസിലെ അവസാന പേടകം ഏതായിരുന്നു? അപ്പോളോ സീരീസിലെ അവസാന പേടകം. ഉത്തരം അപ്പോളോ 17. ആൻസർ ഈസ് അപ്പോളോ 17. ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പര്യവേക്ഷണ പദ്ധതി ഏതായിരുന്നു? ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പര്യവേക്ഷണ പദ്ധതി. ഉത്തരം ചാന്ദ്രയാൻ 1. ആൻസർ ഈസ് ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നായിരുന്നു? ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 2008 ഒക്ടോബർ 22. ആൻസർ ഈസ് 2008 ഒക്ടോബർ 22. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നായിരുന്നു? ചാന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ സ്ഥലം. ഉത്തരം ശ്രീഹരിക്കോട്ട. ഉത്തരം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും. ചാന്ദ്രയാൻ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ജി മാധവൻ നായർ. ആൻസർ ഈസ് ജി മാധവൻ നായർ. ചാന്ദ്രയാൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? ചാന്ദ്രയാൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? ഉത്തരം മയിൽസ്വാമി അണ്ണാദുരൈ. ആൻസർ ഈസ് മയിൽസ്വാമി അണ്ണാദുരൈ. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമായിരുന്നു ചാന്ദ്രയാൻ? ഉത്തരം 68ാമത്തെ ദൗത്യം. ഉത്തരം 68ാം ദൗത്യം. ചാന്ദ്രയാനെ ഭ്രമണപഥത്തിൽ എത്തിച്ച റോക്കറ്റ് ഏതായിരുന്നു? ചാന്ദ്രയാനെ ഭ്രമണപഥത്തിൽ എത്തിച്ച റോക്കറ്റ്. ഉത്തരം PSLV-C-11. ആൻസർ ഈസ് PSLV-C-11. ചാന്ദ്രയാൻ ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ ഭാഗം ഏതായിരുന്നു? ഉത്തരം ഷാക്കിൽട്ടൺ ഗർത്തം. ഉത്തരം ഷാക്കിൽട്ടൺ ഗർത്തം. ചാന്ദ്രയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ ഉപകരണം ഏതാണ്? ഉത്തരം മൂൺ ഇംപാക്ട് പ്രോബ് അഥവാ MIP. മൂൺ ഇംപാക്ട് പ്രോബ്. ചന്ദ്രനിൽ ജലമുണ്ടെന്ന് കണ്ടെത്തിയ ചാന്ദ്രയാന്റെ ഭാഗം ഏതാണ്? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ അഥവാ M3. ആൻസർ ഈസ് മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രോപരിതലത്തിലെ ഇരുണ്ട പ്രദേശങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം മരിയ അഥവാ മേയർ. ആൻസർ ഈസ് മേയർ. ചന്ദ്രനിലെ ഏറ്റവും വലിയ മേയർ ഏതാണ്?
ഉത്തരം മേയർ ഇംബ്രയ. ആൻസർ ഈസ് മേയർ ഇംബ്രയ. സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏതാണ്? സൗരയൂഥത്തിന്റെ കേന്ദ്രം, ദ സെന്റർ ഓഫ് സോളാർ സിസ്റ്റം. ഉത്തരം സൂര്യൻ. ആൻസർ ഈസ് സൺ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഏറ്റവും വലിയ ഗ്രഹം. ഉത്തരം വ്യാഴം. ആൻസർ ഈസ് ജൂപ്പിറ്റർ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ദ സ്മോളസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ഉത്തരം ബുധൻ. ആൻസർ ഈസ് മെർക്കുറി. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ഉത്തരം ബുധൻ. ആൻസർ ഈസ് മെർക്കുറി. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ഉത്തരം നെപ്റ്റ്യൂൺ. ആൻസർ ഈസ് നെപ്റ്റ്യൂൺ. ഗ്രഹപദവിപ്പെട്ട ഗ്രഹം ഏതാണ്? ഗ്രഹപദവി നഷ്ടപ്പെട്ട ഗ്രഹം. ഉത്തരം പ്ലൂട്ടോ. 9ാമത്തെ ഗ്രഹമായിരുന്ന പ്ലൂട്ടോ. നീലഗ്രഹം, ജലഗ്രഹം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ഭൂമി. ആൻസർ ഈസ് എർത്ത്. പച്ചഗ്രഹം, കിടക്കുന്ന ഗ്രഹം, ഉരുളുന്ന ഗ്രഹം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം യുറാനസ്. ആൻസർ ഈസ് യുറാനസ്. ഗ്രഹങ്ങൾക്കിടയിൽ ഭൂമിയുടെ സ്ഥാനം എത്രാമതാണ്? ഗ്രഹങ്ങൾക്കിടയിൽ ഭൂമിയുടെ സ്ഥാനം എത്രാമതാണ്? ഉത്തരം 5ാമത്. ആൻസർ ഈസ് 5th പ്ലേസ്. ഉപഗ്രഹങ്ങൾക്കിടയിൽ ചന്ദ്രന്റെ സ്ഥാനം എത്രാമതാണ്? ഉപഗ്രഹങ്ങൾക്കിടയിൽ ചന്ദ്രന്റെ സ്ഥാനം എത്രാമതാണ്? ഉത്തരം 6. ആൻസർ ഈസ് 6th. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 1 മിനിറ്റ് 3 സെക്കൻഡ്. ആൻസർ ഈസ് 1 minute and 3 seconds. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം റേഡിയോ സന്ദേശം വഴി ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 1 മിനിറ്റ് 28 സെക്കൻഡ്. ആൻസർ ഈസ് 1 minute and 28 seconds. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 8 മിനിറ്റ് 20 സെക്കൻഡ് അഥവാ 500 സെക്കൻഡ്. ചന്ദ്രന്റെ മറുവശ ദൃശ്യങ്ങൾ പകർത്തിയ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ലൂണ 3. ആൻസർ ഈസ് ലൂണ 3. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? റെഡ് പ്ലാനറ്റ്. ഉത്തരം ചൊവ്വ. ആൻസർ ഈസ് മാർസ്. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ബുധൻ, ശുക്രൻ. ആൻസർ ഈസ് മെർക്കുറി ആൻഡ് വീനസ്. ആദ്യമായി ചന്ദ്രനിൽ നിന്നും മണ്ണ് ശേഖരിച്ച വാഹനം ഏതാണ്? ഉത്തരം ലൂണ 16. ആൻസർ ഈസ് ലൂണ 16. ബഹിരാകാശത്ത് വച്ച് മാരത്തൺ ഓട്ടമത്സരം നടത്തിയ വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ്. ആൻസർ ഈസ് സുനിത വില്യംസ്.
ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ വിനോദസഞ്ചാരി ആരാണ്? ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര. ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര. ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.